കേന്ദ്ര സർക്കാരിനെതിരെ എക്സ് റോയിറ്റേഴ്സ് ഉൾപ്പെടെ അക്കൗണ്ട് മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമെന്ന എക്സ് മരവിപ്പിച്ചത് 2355 അക്കൗണ്ടുകൾ. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, സാമൂഹിക മാധ്യമങ്ങളിലടക്കം കേന്ദ്രത്തിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് എക്സിന്റെ പ്രസ്താവനയിലൂടെ വരുന്നത്. അസിത, തീർച്ചയായും ആഗോള വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിറ്റേഴ്സ് അടക്കം 2355 എക്സ് അക്കൗണ്ടുകളാണ് നേരത്തെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന് പിന്നാലെ തങ്ങൾ മരവിപ്പിച്ചത് എന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും എക്സ് വിശദീകരിക്കുന്നത്. അതോടൊപ്പം കൃത്യമായ ഒരു വിവരം, അതായത് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിന് കാരണം എന്താണ് എന്നത് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം എക്സിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 3-ാം തീയതി, അതായത് ജൂലൈ 3-ാം തീയതിയാണ് ഇത്തരത്തിൽ കാരണം വ്യക്തമാക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ നിർത്തിവെക്കലുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കേന്ദ്ര സർക്കാരും അതോടൊപ്പം IT മന്ത്രാലയവും നൽകിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എക്സിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിനൊടുവിൽ റോയിറ്റേഴ്സ് അടക്കമുള്ള എക്സ് അക്കൗണ്ടുകൾ പിന്നീട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ എക്സ് നൽകുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാതെയാണ് എക്സ് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇത്തരത്തിൽ സെക്ഷൻ, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയത്. ഈ ഉത്തരവ് ലംഘിച്ചാൽ തങ്ങൾ നിയമ നടപടികൾ നേരിടുമെന്ന ഒരു ഭയമുണ്ടായിരുന്നു. അതിനാലാണ് ഈ നിർദ്ദേശങ്ങൾ ഉടനെ തന്നെ പാലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എക്സ് നിർബന്ധിതരായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എക്സ് ഈ പ്രസ്താവനയിലൂടെ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം രാജ്യത്ത് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾക്ക് മേൽ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളിൽ വലിയ ആശങ്കയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ എക്സ് അവരുടെ പ്രസ്താവനയിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.